പരുമലപ്പള്ളി വളരെ വ്യത്യസ്തമാണ്. 2500 കൂടുതൽ ആൾക്കാർക്ക് ഒരുമിച്ച് നിന്ന് ആരാധനയിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇനി എത്ര കാലഘട്ടം കഴിഞ്ഞാലും അവിടെ ഒരു തിക്കും തിരക്കും ഉണ്ടാവാത്ത രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു കോപ്റ്റിക് ഡിസൈനാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ചാൾസ് കൊറിയ എന്ന് പറഞ്ഞ ഒരു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആർക്കിടെക്റ്റാണ് അത് ഡിസൈൻ ചെയ്തത്. മരിച്ചു. ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് സഭ കൊടുത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അത്ഭുതം അവിടെ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നാണ്. പറ്റത്തില്ല. എന്തായാലും ഞാൻ കാത്തിരിക്കുന്നത് പൂർണ്ണമായിട്ടൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഒരു ദേവാലയം പണിയാൻ കിട്ടണമെന്നാണ്. അതല്ലാതെ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും. എന്നാലും നമ്മുടെ ഒരു സിഗ്നേച്ചർ, എനിക്ക് ഇടാൻ പറ്റിയ ഒരു സിഗ്നേച്ചർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാത്തിരിക്കുന്നുണ്ട്. പരുമലപ്പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വന്ന് പോകുന്നുണ്ട്. ഇവരെല്ലാം കൺട്രോൾ ചെയ്യാനും ഈ വരുന്ന ആളുകൾക്കെല്ലാം ആരാധനയിൽ പങ്കെടുക്കാനും നമ്മള് ശാരീരികമായി റിലാക്സേഷനും കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെയാണ് ആ പള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ വാതിലുകൾ നോക്കിയാൽ മതി, വലിയ വാതിലുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പരുമലപ്പള്ളിയുടെ പ്രത്യേകത എവിടെ നിന്നാലും നമുക്ക് മൻബഹായിൽ കുർബാന നമുക്ക് കാണാൻ പറ്റും. വെട്ടം, വെളിച്ചം, ഇതെല്ലാം ആ പള്ളിയിൽ അളവിന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഇപ്പം വെട്ടത്തിന് വേണ്ടി ലൈറ്റൊന്നും അവിടെ കത്തിക്കേണ്ട കാര്യമില്ല. അവിടെ പ്രകാശമുണ്ട്. മറ്റുള്ള മനുഷ്യരിൽ നിന്നും ഒരുപാട് വിശുദ്ധന്മാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, പരിശുദ്ധന്മാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തനാണല്ലോ പരുമല തിരുമേനി. അതുകൊണ്ടാണ് അദ്ദേഹം കുടികൊള്ളുന്ന ആ ദേവാലയം വ്യത്യസ്തമായി ഇരിക്കുന്നത്.